കരിനോട്ടി തന്നെ ഭയങ്കര കുത്തായിക്കും. നമുക്ക് റാണിനെ കിട്ടുന്നുണ്ട്. ഇത് തേന ഈ മോൾ ഭാഗത്തുള്ള തേനും പൂമ്പൊടിയും കൂട്ടിയിട്ടാണ് ഈ പുഴുവിന് ഇതിൻ്റെ പുഴുണ്ടാവും അതിനുള്ള ഭക്ഷണം കൊടുക്കുന്നത്. ഇതിപ്പോൾ കക്കോടിയിലുള്ള ഒരു വീട്ടിൽ പിന്നെ തേമാന്ന് കൂടിയ വേസ്റ്റ് ടാങ്കിൽ ഭയങ്കര മൂടിയിലാണ്. ഇവർക്ക് വാസനയൊന്നും ഇവർക്ക് പ്രശ്നമില്ല. ഇങ്ങനത്തെ വീട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ മൂടിയിൽ കൂടും. ഇന്നലെ ഒന്ന് പിടിച്ച് ഇന്നിപ്പോൾ ഒന്ന് പിടിക്കുമ്പോൾ കക്കോടിയിൽ നിന്ന് ഇപ്പോൾ ആൾ വിളിച്ചിട്ട് വന്നതാണ്. അപ്പം എങ്ങനെയാണ് പിടിക്കാനും ഇതൊക്കെ പിടിക്കാം. സ്മോക്കർ വേണം. സ്മോക്കർ ഉണ്ടെങ്കിൽ മാത്രമേ ഈച്ചനെ പിടിക്കാനാവും, അല്ലാതെ വല്ലാതെ കുത്തിക്കാളും. പ്രത്യേകിച്ച് ഇപ്പം മഴക്കാർ കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മളാദ്യം ഒരു പുകയിട്ട് ഈച്ചനെ ഒന്ന് മഴക്കി കിടത്തും. അതിലേക്ക് ചേരിൻ്റെ തുമ്പിന് തീ കൊടുക്കും. അതിൽ കുറച്ച് പച്ചിലകളിട്ടാൽ കൂടുതൽ പുക കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കത്തിച്ച് ഇതിൽ വെച്ചാൽ ഈച്ചനെ പെട്ടെന്ന് അങ്ങോട്ട് നീക്കിയെടുക്കാൻ കഴിയും. അതിങ്ങനെ പുകയടിച്ചിട്ട് ഈച്ചനെ ഒന്ന് മാറ്റിക്കളും. അപ്പോൾ ഓക്കെ പിടിക്കണോ? മതി. ഇങ്ങനെ എടുത്ത് വെക്കുക ചെയ്യാം. ഇങ്ങനെ എടുത്ത് പുറത്തൊക്കെ വെച്ചാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് എടുക്കാൻ എളുപ്പമുണ്ടാകും.
ഇതിൽ കുറച്ച് തേനുണ്ട് കണ്ടോ, ഈ മഞ്ഞ അടിയിൽ മാത്രമുള്ളത്. ഇതൊക്കെ കുഞ്ഞുങ്ങളാണ്. ഇത് പെണ്ണീച്ചൻ്റെ മുട്ടയാണത്. ഇത് തേനോ, ഇപ്പോൾ കുറച്ച് തേനുള്ള സമയമാണെന്ന് തോന്നുന്നുണ്ട്. സാധാരണ ഈ മാസത്തിലൊന്നും തേനുണ്ടാകാറില്ല. ഇവിടെ ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് ഏത് മാസമാണ് തേനുണ്ടാവാറ്? തേനുണ്ടാകുക സാധാരണ ഫെബ്രുവരി മാർച്ച്. പിന്നെ പൂവുകളൊക്കെ കൂടുതലുണ്ടെങ്കിൽ തേനുണ്ടാവും. പൂക്കളുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ഇതൊന്നും പോരാ. പൂവ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു കിലോ തന്നെ എങ്ങനെ കുടിക്കാൻ വേണം. ഇതൊക്കെ പറിക്കുമ്പോൾ നോക്കേണ്ടത് റാണി ചൈമലുണ്ടോ നോക്കണം. റാണി ഉണ്ടെങ്കിൽ അവർ പറന്നു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ അട പറിച്ചെടുക്കുമ്പോൾ റാണി ഇതിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചോളണം. അല്ലെങ്കിൽ മറ്റുള്ള ഈച്ചകളൊക്കെ അതിനെ പൊതിഞ്ഞ് നിൽക്കും. നമുക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ അറിയാം തേനുണ്ടോ അല്ലേ. കളർ കൂടുതലുണ്ടോ? കളറല്ല, വെയിറ്റ് ഉണ്ടോ. വെയിറ്റ് ഉണ്ടല്ലേ? അങ്ങനെ ഇതുകൊണ്ടോ നമുക്ക് ഈ ഈച്ചനെ കിട്ടും. ഈ ഈച്ചനെ നമ്മൾ വളർത്തിയിട്ട് പിന്നെ എസ്റ്റേറ്റ് കൊണ്ടുവെക്കും. നമുക്കൊരു സെറ്റ് ഈച്ച കിട്ടുക എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇക്കൊല്ലമൊക്കെ ഈച്ച വല്ലാണ്ട് ഒഴിഞ്ഞു പോകുന്നുണ്ട്, കാലാവസ്ഥ മോശമായതുകൊണ്ട്. ഇത് തേനാ. ഈ മോൾ ഭാഗത്തുള്ള തേനും പൂമ്പൊടിയും കൂട്ടിയിട്ടാണ് ഈ പുഴുവിന്, ഇതിൻ്റെ പുഴുണ്ടാവും, അതിനുള്ള ഭക്ഷണം കൊടുക്കുന്നത്. ഇത് കുഞ്ഞുങ്ങൾ, പുഴുവെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ. ലാർവ പിന്നെ ചെറിയ കുട്ടികളുണ്ട്. അത് നമ്മളിപ്പോൾ കത്തി വെച്ചില്ലേ, പിന്നെ തേൻ ഉറ്റുന്നുണ്ടാവും. നമുക്ക് റാണിനെ കിട്ടുന്നുണ്ട്. റാണി കിട്ടിയ ഈച്ചമെല്ലാം അതിലാണ് പോകും. റാണിനെ കാണാൻ പറ്റുമോ? ഓ, കണ്ട് കിട്ടും ചിലപ്പോൾ. റാണി ചിലപ്പോൾ ഈ കൂട്ടിലൊക്കെ ഉണ്ടാവും. ഈ ആള് പൊതിഞ്ഞ് നിൽക്കുന്നില്ലേ, അതിൻ്റെ നടുവിലൊക്കെ ഉണ്ടാകുക. റാണിനെ എങ്ങനെ തിരിച്ചറിയാം? റാണിനെ കുറച്ച് വലുപ്പം അധികം ഉണ്ടാവും, സുന്ദരിയായിരിക്കും. അത് സുന്ദരിയായിരിക്കും. അതിൽ തേനുണ്ട്. പിന്നെ എപ്പോഴും തേനുള്ള ഭാഗം താഴോട്ടാക്കിയാൽ പിടിക്കാവും, മറ്റേ അട മുറിഞ്ഞു പോകും വെയിറ്റുള്ളത് കൊണ്ട്. അങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഒറ്റ നിന്നെ കുത്തിയിട്ടില്ല. അത് ഞാൻ ആദ്യം പുക അടിച്ചില്ല, അതുകൊണ്ടുള്ള മയങ്ങിപ്പോയാ. ചില ഈച്ച പെട്ടിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്ക് എന്നെ കുത്തും. റാണീനെ കണ്ടില്ല. കൂടെ ഒഴിവാക്കിയാൽ ഇപ്പൊ ഈച്ചകൾ ഇവിടെ തന്നെ ഉണ്ടാവുമോ? ഇല്ലല്ലോ, ഈച്ച പോലെ ഇല്ലല്ലോ. ഈച്ചൻ്റെ കൂട്ടിൽ കയറും, ഒക്കെ കയറോ? ഇപ്പൊ റാണീനെ വിട്ടണ്ടേ? റാണി ആ കൂട്ടിലാണ് കയറും. ഒരു ദിവസം റാണി
1500-2000 മുട്ടയിടും ദിവസവും ഒരു ദിവസം. ഒരു സീസൺ സമയമാകുമ്പോൾ 3000 വരെ ഇടും. അത്രയും ഈച്ച സീസണിൽ ചത്തും പോകും. ഒരു ദിവസം ഈച്ച ഒരു പെണ്ണീച്ച, ഇതൊക്കെ പെണ്ണീച്ച, അത് 60 മുതൽ 90 ദിവസം വരെ ജീവിക്കും. റാണി എന്ന് പറഞ്ഞ പെണ്ണാണ്. റാണി ആണ് മുട്ടയിടുന്നത്. പെണ്ണീച്ച ആണെങ്കിലും അവർക്ക് മുട്ടയിടാനുള്ള കഴിവില്ല. പക്ഷെ അവർ മുട്ട ഇട്ടാലും അവർ മുട്ട ഇട്ടു റാണില്ലെങ്കിൽ, പക്ഷെ അത് വിരിയില്ല. അത് എണ്ണ ചേരാത്ത ലഗോൺ കോഴിയൊക്കെ മുട്ട ഇടും പോലെ അതിന് കുറച്ചുണ്ട്. കുറച്ചുണ്ട്. അത് നമുക്ക് അങ്ങോട്ടുള്ള ഇവർക്ക് ഈ പെണ്ണീച്ച വിരിഞ്ഞ് മുതൽച്ച് അവർക്ക് വർക്കേഴ്സ് എന്നാണ് പറയാം. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വർക്കേഴ്സ് എന്നാണ് പറയാം. അവർ ആൾക്ക് തേൻ കൊണ്ടുവരുന്ന പണി, പിന്നെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന പണി, അങ്ങനെയുള്ള പണികളൊക്കെ അവർക്ക് നിത്യം പണിയാണ്. ആദ്യത്തെ ഒരാഴ്ച പെട്ടി ക്ലീൻ ചെയ്യും. പിന്നത്തെ ആഴ്ച കൊണ്ടുവരുന്ന ഈ എണ്ണ വാങ്ങിയിട്ട് അറയിൽ കൊണ്ടുവെക്കുന്ന പണി. ഇങ്ങനെ പല ഒരു ആഴ്ചയിൽ ഓരോ പണിയാണ്. ലാസ്റ്റ് സ്റ്റേജിൽ ഇവർ പിന്നെ തേനെടുക്കാൻ പോകും. അതെടുത്ത് വരുമ്പോൾ എല്ലാം തിരിച്ചെത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അവർ 5 കിലോമീറ്റർ വരെ തേനെടുക്കാൻ പോകും. തേനുള്ള സ്ഥലത്ത് ഇതിപ്പോൾ ഞാൻ ഈ പെട്ടി അവിടെ കൊണ്ടുവച്ച് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ 1-2 ഈച്ച പോയി തേനുള്ള ഭാഗം കണ്ടെത്തും. ആ കണ്ടെത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഇതിനുള്ളിൽ നിന്നൊരു ഡാൻസ് ഉണ്ട്. പ്രത്യേക ഡാൻസ്. എത്ര ദൂരമാണ് തേനുള്ളതെന്ന് ഇല്ല. ഇനി അഥവാ മറന്നു പോയ ഒരാളുണ്ടെങ്കിൽ അവരും കൊണ്ട് മെസ്സേജ് ഇടും. ആ മെസ്സേജ് ഇടുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഈച്ച വന്നിട്ട് 1-2 ഈച്ച വന്നിട്ട് ഇതിൻ്റെ പുറത്ത് നിന്നിട്ട് അവർക്കുള്ള സിഗ്നൽ അങ്ങോട്ട് കൊടുക്കും. അവർ ചിറകിട്ട് അടിച്ചിട്ട് ഉള്ളിൽ തന്നെ കയറിപ്പോകുന്നത് കാണാം. അവർ ഇന്ന ഭാഗത്താണ് കൂടുതലുള്ളത് നല്ല സിഗ്നലാണ് കൊടുക്കുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് പഠിക്കാനുണ്ട്. ഇത്ര പഠിച്ചാലും തീരാത്തൊരു വിഷയമാണ് തേന്. എൻ്റെ ഈച്ചൻ്റെ പണി കണ്ട് കാണാൻ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരു ഈച്ച ഉള്ളിലൊന്ന് ചത്ത് വീണാൽ അതിനവർ ഉരുട്ടിയിട്ട് ഇതിൻ്റെ വാതിൽക്കെ കൊണ്ടുവരും. എന്നിട്ട് അവിടുന്ന് ഈച്ച എടുത്തിട്ട് ദൂരെ കൊണ്ട് കളയാൻ, നേരെ താഴോട്ടിട്ടില്ല. താഴോട്ടിട്ട് കാണാനുള്ള ബുദ്ധിമുട്ട് അതിനെ തിന്നാൻ എറുമ്പ് വരും. ആ എറുമ്പ് പിന്നെ കൂട്ടിലേക്ക് കയറും. അപ്പോൾ അവരെ സുരക്ഷിതം അവർ നോക്കുകയാണ്. കുറച്ച് പാട്ടയിൽ വെള്ളം തരും. ഇവിടെ ഉണ്ടാക്കും. പിന്നെ ഒരു മനുഷ്യർക്ക് ഇങ്ങനെ സാധനം ഉണ്ടാക്കാൻ കയ്യോട് മനുഷ്യർക്ക് കഴിച്ച സാധനം ഉണ്ടാക്കാൻ അട ഉണ്ടാക്കുന്നത് അല്ലേ? അത് വല്ലാത്തൊരു കഴിവ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ. ഈ 6 കോണിലെ ഇതാണ് ഉണ്ടാക്കുന്നത്. ഒരേ ഇലാവുന്ന നേരം ഒരു മില്ലി സെൻ പോയി പോകുന്നില്ല. സ്ഥലം വേസ്റ്റ് ആവില്ല. റാണീനെ കണ്ടെത്തിയില്ല. ഇല്ലല്ലോ, അത് കണ്ടാൽ കാണിക്കും. അല്ലെ നമ്മൾ നേരെ പിടിച്ചില്ല കണ്ടിട്ടുള്ളൂ. വാരിയിടും ഈച്ചനെ. അതിൻ്റെ മോൾ ഭാഗത്താണ് കെട്ടി കൊടുക്കുക. ഇപ്പോൾ താഴത്താണെങ്കിലും നമ്മൾ തല തിരിച്ചാണ് വെക്കുക.
നമുക്ക് ഇവിടുന്ന് കണ്ടുകൂടാ ശരിക്കും അപ്പുറം തന്നെ. ഇങ്ങനെ അല്ല ഓനോട് പറയും. ഇത് പെട്ടിയിൽ ഇത് വേണ്ടോ പെട്ടിയിൽ മുകൾ ഭാഗത്ത് വന്നു ഇങ്ങനെയാണ് പെട്ടിയിൽ വെക്കുക. തേന് മേലോട്ടല്ലേ? തേനുള്ള ഭാഗം മേൽഭാഗം. തേന അതിൽ തന്നെ വെക്കൂലേ? തേൻ കുറച്ചില്ല വേണം, ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ വേണമല്ലോ. 2 ദിവസം കഴിയല്ല ഇവർക്ക് ഇനി തേൻ കിട്ടി വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഇവർ ഒഴിഞ്ഞ് പോയിക്കോളെ. അപ്പൊ ഇതിലുള്ള കുഞ്ഞുങ്ങളെ കാലത്ത് ഉണ്ടാവും, ചത്തും പോകില്ല. ഇതൊക്കെ കുഞ്ഞുങ്ങളാ. ശരിക്കും ഇത്ര മതി ഈ കൂടുതൽ വലിപ്പം ഈ ഇമ്പളത്ത് നോക്കുമ്പോൾ. ഇത് ന്യൂട്രൺ പെട്ടിയാണ്, 6 ഫ്രെയിമാണ് ഉണ്ടാകുക. മറ്റ് പഴയത് സ്റ്റാൻഡേർഡ് പെട്ടിയായിരുന്നു, അതിൽ 8 ഫ്രെയിം ഉണ്ടാവും. പക്ഷേ 8 ഫ്രെയിമിൽ തേന് കൂടുതൽ കിട്ടുമെങ്കിലും കൊണ്ടെടുക്കാൻ ഇതിനൊക്കെ ന്യൂട്രൺ പെട്ടിയാണ് ഏറ്റവും സൗകര്യം. നിങ്ങൾക്ക് തോട്ടത്തിലൊക്കെ വലിയ പെട്ടിയാ? അല്ല, രണ്ടും ഉണ്ട്. രണ്ടുണ്ട്. ഇത് കുറേ പഴയ പെട്ടികളെ കൊണ്ട് ന്യൂട്രൺ പെട്ടിയുണ്ട്, കമ്പനി പെട്ടിയുണ്ട്. മാർത്താണ്ഡം പെട്ടി എന്ന് പറയും ചിലപ്പോൾ ഇതിന്. അതിൽ 8 ഫ്രെയിം ഉണ്ടാവും. അത് കൊണ്ടെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് കൊണ്ടെടുക്കാൻ വളരെ സൗകര്യം. അത് സൈക്കിൾ വെക്കാനും നമ്മളൊക്കെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാനൊക്കെ. പിന്നെ 6 ഫ്രെയിമിൽ ഈച്ച നിറഞ്ഞാൽ വേഗം സൂപ്പർ കയറ്റി കൊടുക്കാം. പിന്നെ നമ്മളൊരു സൂപ്പർ വെക്കും. സൂപ്പറിലേക്ക് നമ്മൾ അടിയിൽ അട കെട്ടി കൊടുക്കും. അപ്പം തേൻ ആകുകയാണെങ്കിൽ അവർ മേലോട്ട് ഫുള്ളായിട്ട് കയറ്റി തേൻ കൊണ്ടുവെക്കും. അങ്ങനെ നല്ല സീസൺ ആണെങ്കിൽ 2, 3, 4 സൂപ്പർ കയറ്റും. അപ്പോൾ ആ സൂപ്പറിലുള്ള തേനൊക്കെ നമുക്ക് കിട്ടും ഒരേ സമയത്ത്. അത് 5 ദിവസം 6 ദിവസം കൂടുമ്പോൾ തേൻ എടുക്കേണ്ടി വരും. അത് കംപ്ലീറ്റ് സീൽ ചെയ്ത തേൻ നമ്മളെടുക്കും. ഈ സൂപ്പർ എന്ന് പറയുന്നത് എന്താ? സൂപ്പർ ഇതിനെ മുകളിൽ ചെറിയ തട്ടുണ്ട്, ഇതുപോലെ തന്നെ ഫ്രെയിം ഉണ്ടാവും. അതിൽ 4, 5 ഫ്രെയിം. തട്ട്. ഇത് ബ്രൂഡ്, ഇതിന് ബ്രൂഡ് എന്നാ പറയാ. അല്ല, ഈ അട എടുക്കാതെ തേൻ എടുക്കാൻ പറ്റൂല്ലോ. അട എടുക്കാണ്ട് തന്നെ അട ഫ്രെയിമോട് കൂടിയിട്ട് നമ്മൾ മെഷീനിൽ വെക്കുക ചെയ്യാം, സ്റ്റാർട്ടറിൽ വെക്കുക ചെയ്യാം. അപ്പോൾ അട കേടിയിരുന്നില്ല. ഈ അടൻ്റെ 2 ഭാഗവും ചെത്തിക്കളയോ, അല്ലെങ്കിൽ തേന് പുറത്തേക്ക് കയറില്ല. ചെത്തിയിട്ട് പിന്നെ തുറന്ന് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. പണി എന്ന് പറഞ്ഞാൽ അധ്വാനം ഇല്ല, മെനക്കെടുണ്ട്. ഈ ഇതിപ്പോ എത്ര നേരം വരെ കിട്ടൂ? ഈ ബോധം കിട്ടിയില്ലേ ഇപ്പൊ പോയിച്ചിട്ട്? അത് കുറഞ്ഞ സമയം, 1.5 മണിക്കൂർ കിട്ടും. പണി തീരണ്ട് എന്തായാലും. അത് പണി ഇവര് കുത്തു പിന്നെ തുടങ്ങൂല. അവർ രാവിലെ തന്നെ മയങ്ങിപ്പോയല്ലോ. ഇതല്ല, അത് അതിനേക്കാൾ വലിപ്പമല്ല. എടുത്തോളൂ. ചെറിയ പീസാക്കി ഇത് വയലിട്ടുള്ളൂ. അങ്ങനെ വായിലിടാ? എന്നിട്ട് ചണ്ടി തുപ്പി കളഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടോ? ഇത് അതില്ലേ ഫ്രഷ് സാധനമില്ല. നമ്മൾ തേൻ ഇതുവരെ കൊണ്ടുപോയി ഒരാൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു വർഷത്തിൽ 2.5 കിൻഡൽ 3 കിൻഡൽ തേൻ ഇന്ന് വരെ ഒരാൾ ആ തേന് മോശമായി പോകുന്നു. ചിലർ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ തേന് വെളുത്ത കളറായി പോകും, വെള്ള കളറായി പോകും. അത് അവർ പറയും ഇങ്ങനെ വെളുത്ത് വയ്ക്കും. ഞാൻ പറയും നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേഗം അങ്ങോട്ട് പറയും. ഇല്ല എന്നറിയാം. ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിലൊക്കെ വെളുത്ത കളർ വരില്ല, പിന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ അങ്ങനെ വരില്ല. ഞാൻ നിത്യം കുടിക്കുന്ന ആളെ, ഷുഗറുകാർക്കും കുടിക്കാം.
തേനോ ഷുഗർ ഉണ്ടെങ്കിലും ആ തേന് കൂടുതൽ കുടിക്കരുത്. ആ. 1 സ്പൂൺ 1/2 സ്പൂണ് ഷുഗറൊക്കെ കുടിച്ചാൽ ഒരു പ്രശ്നമില്ല. അതൊന്ന് കുടിച്ചാൽ എളുപ്പമാണ്. ഇതിനൊക്കെയാണ് ഒരു ചെറിയ തയ്യാൾ ആവശ്യമില്ല. ഇവിടെ താഴോട്ട് താന്നു പോകുന്നതിന് വേണ്ടിയിട്ട് അടിഭാഗത്ത് കിട്ടിയിട്ട് ഇത് 2 ദിവസം കഴിയുമ്പോഴേക്ക് ഇവർ തന്നെ അടിച്ച് പിന്നെ പുറത്തുകൊണ്ട് കളയും. ഈ പ്ലാസ്റ്റിക്കും കയറും ഒക്കെ അവർ തന്നെ കടിച്ച് മുറിക്കും. അവരവിടെ താഴത്ത് പിന്നെ ഒട്ടിച്ചെടുക്കും. അവർ തന്നെ വെൽഡ് ചെയ്യും. ഒരു റബ്ബർ അവർ കടിച്ച് ഒഴിവാക്കും. നിറം കുറച്ച് സുന്ദരിയായിരിക്കും. അത് റോയൽ ജെല്ല് കഴിക്കുന്നതിനെ കൊണ്ട് അവർക്ക് 5 കൊല്ലം വരെ അവർ ജീവിക്കും. 5 കൊല്ലോ? 90 ദിവസം. 6 ദിവസം. അത് 2 ഒരേ മുട്ടയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. വയ്ക്കുക ഇവിടെ. അപ്പൊ റാണി കുറവായിരിക്കും. റാണി ഒറ്റൊന്നുണ്ടാവും ഒരു കൂട്ടിൽ. അല്ല അതന്നെ. അപ്പൊ അത്രയും വംശാവസമുള്ള സാധനം 5 കൊല്ലം ജീവിക്കുന്ന അത്രയ്ക്ക് ഇതുണ്ടാണ്ടേ അത് വരുന്നില്ലല്ലോ അല്ലേ? അല്ല അവരൊരു റാണിയുടെ ഉണ്ടാക്കുന്നേരം സെറ്റ് പിരിഞ്ഞു. വലിപ്പം കൂടുതലല്ലേ? കുറച്ച് വിട്ടു. ഈ റാണീനെങ്ങനെ റാണീൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ റാണിയാകുക അല്ലെങ്കിൽ ഈ റാണിൻ്റെ കുഞ്ഞ് തന്നെയാണ് റാണിയാകുക. അല്ല റാണീൻ്റെ മുട്ട അല്ലേ വിരിയെന്ന് പറയുന്നത്? അതെ റാണിയുടെ മുട്ടയെ വിരിയും. അപ്പം കുട്ടി അതിൻ്റെ ബാക്കിയുള്ളോ എല്ലാം അതുപോലെ ഒന്ന് കുത്തിക്ക് കേട്ടോ. ഒന്ന് കുത്തിയത് ആണിയാണിത്. അത് നമ്മളിങ്ങനെ നീക്കുക അങ്ങ് പോയി. കുറച്ച് ചെറുവേദന ഉണ്ടാവും. ഇതിനൊക്കെ നമ്മളിതിൽ കയറ്റൂല്ലേ? ഒക്കെ അത് വാരിയിടും. ഒന്നും ചെയ്യില്ല. ചെറിയ കുത്തൊക്കെ കിട്ടിയെങ്കിലേ എത്രയോ കാലത്തെ ഐറ്റങ്ങളെ പ്രയത്നമാണ് ഇതിന്റെ. ഇതിപ്പോ അതിനകത്തൊന്നും ആയിണ്ടാവില്ലല്ലോ. എത്ര മാസം കൊണ്ടായി? 3-4 മാസമായി ഉണ്ടോ? ഇതിപ്പോൾ ഞാൻ റബ്ബറൊന്നും ഇടുന്നില്ല. അവിടെ ഇവിടെ കുടുങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു സേഫ്റ്റിക്ക് റബ്ബർ ഇട്ടാൽ നന്ന് നമുക്ക് വിളങ്ങുമ്പോൾ വീണ് പോണതിന് വേണ്ടിയിട്ട് മാത്രം ഇടുകയാണ്. അല്ലെങ്കിൽ അവർ തന്നെ ഒട്ടിക്കും. ഒന്നിട്ടാൽ മതി. അത് പിടിച്ചത് തീരെ ചൂടുണ്ടാവും. ചൂടാണ്. തീ പോയിണ്ടാവും. ഇങ്ങനെ അടിച്ച് കൊടുത്താൽ സ്വിച്ചൊക്കെ താഴോട്ടങ്ങ് പോകും. ഇത് പുക വല്ലാണ്ട് അലർജിയാണ്. അതിനൊരു ചോദിച്ചിട്ടുണ്ടാവും. വളരെ വെച്ചോളി. തേണ്ട ഇതുണ്ടാവില്ല. കുഞ്ഞുങ്ങൾ മാത്രം. തേന് മോൾ ഭാഗമേ ഉണ്ടാവും. അത് തേനാ കൊള്ളൂല. അളവെടുക്കണം.
കുർബാന കഴിഞ്ഞോ അതിൻ്റെ ഉണ്ട് ഇഷ്ടംപോലുണ്ട് കിലോ കണക്കിനാ വാങ്ങാം. ഇത് നമ്മൾ മെഷീനിൽ വെച്ച് അടിക്കുന്ന നേരവും ചിലപ്പം പിന്നെ ഇതായി പോവും, അട മുറിഞ്ഞു പോകും. അന്നേരം വീണ്ടും റബ്ബർ എടുത്തിടണം. മെഷീൻ വെച്ചിട്ടാണ് തേനെടുക്കുക. ആണോ? ഇത് നമ്മൾ കംപ്ലീറ്റ് എക്സ്ട്രാക്ടർ മെഷീൻ ഉണ്ട്. അതിൽ സെൻട്രലിൽ താത്തി വെച്ചാൽ തിരിക്കുമ്പോൾ കാറ്റുകൊണ്ട് തേനൊക്കെ പുറത്ത് വരും. അതാണ് നമ്മൾ എടുക്കും. അല്ലാതെ ഞാൻ അട കേടുവന്നതല്ലോ, അട കേട് വരാതെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കണം. അതിൽ ഈച്ച ഉണ്ടാവില്ലല്ലേ? അപ്പോൾ ഈച്ചനൊക്കെ നമ്മൾ താഴോട്ട് ഇറക്കും. അത് സൂപ്പറുള്ള മുകളിലുള്ള ഈച്ചനെ കംപ്ലീറ്റ് തന്നെ പുക അടിച്ച് താഴോട്ട് ഇറക്കിയാൽ അത് കാലിയായി വരും. 1-2 ഈച്ചയൊക്കെ ഉണ്ടാകുക. ഇതിപ്പോൾ അത് പുതിയ അത് ഉണ്ടാക്കുന്നു. ഉണ്ടാക്കി വരിക. ഈ 6 ഫുള്ളായതിനു ശേഷം ഈച്ച മേലോട്ട് കയറും. മേലോട്ട് കയറി പിന്നെ വന്നാൽ പിന്നെ നമ്മൾ തേനെടുക്കാൻ കിട്ടും. ഈ 6 എന്ന് പറയുന്നത് എന്തെങ്കിലും കണക്കാണോ? അല്ല, 6-8 ഇതിൽ പ്രൈമൻ്റെ എണ്ണം ഈ പെട്ടിൻ്റെ വലിപ്പം അതിനനുസരിച്ച് ഉണ്ടാവുള്ളൂ, നോക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ കൂടി പ്രത്യേക നിർദ്ദിഷ്ട 6-8 അതഞ്ചു. അതെ അതെ, അത് പെട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് 7 വെക്കാന്ന് 7 വെക്കും. ഈ അണറിന് വേണം നിർബന്ധമാണോ? അങ്ങനെ ആയാലും ആ മെഷീനിൽ കൊള്ളും. ഓരോന്ന് പിന്നെ ഏത് മെഷീനിലും വെക്കാണ്ടെങ്കിൽ ഇങ്ങനെ ഈ വലിപ്പമായിക്കണം. ഇത് ന്യൂട്രൺ പെട്ടി എന്ന് പറയാം. അപ്പൊ ആ ചെറുത് വേണമെങ്കിൽ ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ കയറും. ഇത് ഇത് അട കെട്ടി കൊടുക്കണം. അട നിർബന്ധം. അപ്പൊ ഇങ്ങനത്തെ ചെറിയൊരു ഇതിലിപ്പോൾ റാണി ഇല്ലാതെ നമ്മളിപ്പോൾ ഈച്ചനെ കൊണ്ടുപോയി കാണെങ്കിൽ ഇതിൽ ഇന്നോ ഒന്നല ഇട്ട നൂൽമുട്ട ഉണ്ടാവും. ഇന്നോ ഒന്നല ഇട്ട് അത് അവർ റാണിയാക്കി മാറ്റും. അതിന് റാണി ഉണ്ടാക്കും. അതിന് റോയൽ ജെല്ലി കൊടുത്ത് അതിനെ റാണിയാക്കി മാറ്റി. ഒറ്റ കുത്തും കിട്ടിയില്ലല്ലോ. കഴിഞ്ഞാൽ മോശം. ഇത് ആർക്കും എടുക്കാവുന്നൊരു പണിയാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോ അത്ര ഇതായിട്ട് തോന്നിയില്ല. അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ഇത് വയസ്സന്മാർക്കും പിന്നെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും താല്പര്യം. ഇത് ആഴ്ചയിൽ 5 ദിവസം കൂടുമ്പോൾ തേനെടുക്കാൻ പോകണം. 5-ാം ദിവസം എടുക്കും, അല്ലെങ്കിൽ 6-ാമത്തെ ദിവസം. ആവും. ഇപ്പൊ ഇവിടെ ആത്ത നോക്കണ്ട, എസ്റ്റേറ്റിലാണ്. എസ്റ്റേറ്റിൽ അത്രയും തേനുണ്ടോ? ചെറിയൊരു പെട്ടിയിൻ്റെ അകത്ത് വെക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ എവിടെയും വെക്കാം. പക്ഷേ അത് ഇവിടെ തേൻ കിട്ടൂല, അതാണ് പ്രശ്നം. എസ്റ്റേറ്റിലാണെങ്കിൽ 5-5 ദിവസം, ഇവിടെ 1 മാസം കിട്ടുന്ന തേന് അവിടെ പിന്നെ ഇതൊക്കെ തേക്കാം. ഇതിപ്പോൾ ചെവിമേൽ കണ്ണുമേലൊക്കെ വന്ന് പോകും. എന്നാൽ തട്ടരുത്. കൈകൊണ്ട് തട്ടുന്നേരമാണ് ഇവർ കുത്തുക. ഇതൊക്കെ തേനില്ലേ? അതൊക്കെ തേനാ, അതൊക്കെ തേനാ. എന്ത് ടേസ്റ്റ് അല്ലേ? കണ്ടോ ഒന്ന് കുത്തുന്നുണ്ടോ? ആ പിടിച്ചോ. അതിൻ്റെ എന്ത് നല്ലോണം ഉണ്ടല്ലേ ആ മുള്ളിൽ. പോയി. ഞാൻ പാള വെച്ചത് വേണം. ഇതിപ്പോൾ ഒരാളോട് പറഞ്ഞിട്ട് എന്നെ പണിയെടുക്കുമെന്ന് പറയാനാവില്ല. ഇത് കണ്ട ഇഷ്ടത്തോടെ വന്ന് ജോലിയിൽ കൂടുകയാണെങ്കിൽ ഓൾക്ക് എളുപ്പം. ഞാൻ പറഞ്ഞ നിങ്ങൾ പോയി എടുത്തുകയാണെങ്കിൽ വിചാരിച്ചാകാൻ കിട്ടില്ല.
ഞാൻ വിചാരിച്ചത് കൂലം കള്ളെടുക്കുമായിരുന്നേ. ചിലർ വേഗം വന്ന് കൂടും, ചില വീട്ടിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പേടിയില്ലാന്നില്ല. ഒരു കുത്ത് കിട്ടുന്ന കേട്ടോ. അല്ല കൊത്ത് കിട്ടിയാൽ എല്ലാവരുടെ കാര്യം അത് തന്നെയല്ലേ അല്ലേ. ഇത് കുറച്ച് തന്നെ, പക്ഷേ ഇത് ടോപ്പ് ഇട്ടില്ല, ഇത് പൂർണ്ണമായില്ല. ഇതൊക്കെ ടോപ്പ് ഇട്ട് കണ്ടോ, മൂടി വെച്ചത് ഫുൾ ഡ്രൈ ആയതാ. ഇതിൽ വെള്ളത്തിന് അംശമുണ്ട്. 6 പീസ് 2, 4, 4, 6 ഫുള്ളായി. ഇനി ഈച്ച നീലൊക്കെ വാരിട്ടാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അരിപ്പ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഞെക്കി പിഞ്ഞ് അത് മതി. ഓ, അത് മുണ്ട് പിഞ്ഞാൽ മതി. മുണ്ടില്ലേ? നീങ്ങി പോണേ. നമ്മളിപ്പോൾ കൊണ്ടുപോകുമ്പോൾ ഫ്രെയിം ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വീണു പോകുന്നു. നിങ്ങളിപ്പോൾ തേൻ പിടിക്കാൻ ആരെയും വിളിച്ചാൽ ഇവിടെ വരെയുള്ള സ്ഥലത്തൊക്കെ പോകും. ഞാൻ എവിടെയും പോയി എത്തുന്ന ഓർത്ത് പോയി. ആരെയും വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ നമ്പറൊക്കെ കൊടുത്താലേ. ഓ, നമുക്ക് കൂടാത്തത് പ്രശ്നമല്ലോ. ഇപ്പൊ ഞാൻ എത്രയെന്നറിയ ഇവര് എനിക്ക് ഈ വേസ്റ്റ് ഒന്നും എടുക്കാൻ വേണ്ടി എത്രയോ വിളിച്ചിട്ട് നശിപ്പിക്കണ്ടല്ലോ. ഒരു മാസത്തോളം ഇപ്പൊ ഇവിടെ തന്നെ വിളിച്ച. ഒരു മാസം 4-ാം തീയതി ആയിട്ടാണ്. വേണ്ട, മതി. 2 10 വെച്ച്. അതിന്റെ മുകളിലാണ് വെച്ച് അടിയിലായി പോയിക്കുന്നു. കള്ളപ്പോയി ചവിട്ടുമ്പോൾ നമ്മൾ ചട്ടിയാല് ഇല്ല. അടി ഒഴിവാണല്ലോ, ഈ അടി വെച്ചില്ല. ഇങ്ങോട്ട് വാരിയിടും. കംപ്ലീറ്റ് വാരിയില്ല കിട്ടുക. ഇത്രയും പിടിച്ചു നമുക്ക്. ഇതിൽ ചിലപ്പോൾ റാണി ഉണ്ടാവും. അല്ലേ? ഇതാ പോണ റാണിയാണിത്. കണ്ടോ അല്പം കണ്ടില്ലേ? അത് കിട്ടി. കണ്ടോ? കിട്ടിയോ? ഉള്ളിൽ പോയി. അതാ ഈ പോണത് കണ്ടോ? അത് ഇതിലേക്ക് കയറി കിട്ടിയാൽ ഈച്ച കംപ്ലീറ്റ് ഇതിലേക്ക് കയറും. അത് വളരെ അപൂർവത്തിൽ കാണും. കണ്ടോ? കൈയോടെ വെച്ച് കണ്ടൊന്നും കളിക്കിയാൽ ഈച്ച കംപ്ലീറ്റ് കയറി പോകും. എല്ലാ കണക്ഷൻ ഇട്ടുകൊണ്ടല്ലേ ഇങ്ങനെ ഇതങ്ങ് പോകും. നമ്മളിപ്പോൾ അപൂർവമായിട്ടേ കാണും. അത് തിരഞ്ഞെടുത്താൽ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു വീട്ടിൽ ഒരു റാണിയല്ലേ ഒറ്റന്നുണ്ടാവും. രണ്ടാമത്തെ വരുമ്പോൾ വരുമ്പോൾ കടി കൂടും. പിന്നെ ഇതിൽ വേറെ ഒരു പ്രത്യേകത ഉണ്ട്. ഒരു പുതിയ റാണി വിരിഞ്ഞിറങ്ങിയാൽ ഒന്നാമത്തെ 2-ാമത്തെ ദിവസം, ആദ്യത്തെ ദിവസം തന്നെ അവർ നോക്കാം മറ്റു റാണി ഉണ്ടെങ്കിൽ അതിനെ കടിച്ച് കൊല്ലുക.
റാണീൻ്റെ സെല്ലുണ്ടെങ്കിൽ അതിനെയും കടിച്ചു കൊല്ലും, കടിച്ച് കൊല്ലും, ഒഴിവാക്കും. അല്ലെങ്കിൽ അവർ പറന്നു പോവും. ഒരു സെറ്റായിട്ട് പിരിയും. സെറ്റ് പിരിഞ്ഞാൽ മറ്റൊരു സെറ്റായല്ലോ അത്. അതിന്റെ അടി ഒഴിവാല്ലേ അപ്പൊ? ഉണ്ടോ? അടിയിലില്ല, അടിയിലത്തെ പാത്രം മൂടി അവിടെ ഉണ്ട്, ആ ശരി. ആ അത് വെച്ചില്ല. അടിയിൽ കൂടി മേലോട്ട് അങ്ങോട്ട് മേലോട്ട് കയറുമ്പോൾ കേറുമല്ലോ. അടിയിൽ മേലെ ചെറിയൊരു തുളയല്ലേ ഇനി? അല്ല, അത് പല വെച്ചില്ല. ആ അത് കണ്ടില്ല പല. ഈച്ച പെറുക്കിയിട്ടിട്ട് പല വെക്കും ഉണ്ടോ. അപ്പോൾ കംപ്ലീറ്റ് കയറി പോകണുണ്ടോ? കുഞ്ഞു പേർക്ക് കൂട്ടിൽ വിചാരിച്ച സൗകര്യം ഇല്ലെങ്കിൽ അവർ ഒഴിഞ്ഞ് പോവുകയും ചെയ്യും, വന്ന് കൂടുകയും ചെയ്യും. വേറെ എന്തെങ്കിലും സെറ്റ് വിരിഞ്ഞ് വരുന്നതോ അല്ലാതെ വരുന്നത് നമ്മളെ പെട്ടിയിൽ വന്ന് കൂടുകയും ചെയ്യും. താനെ എവിടെയുള്ള തേനീച്ചയും പിടിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് ചെറിയ പൊത്തിലൊക്കെ ആണെങ്കിൽ തെങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് റാണി മേലെ കയറിയാവും. റാണി മുകളിൽ കയറിയിട്ട് തല ഉള്ളിൽ വെച്ച് പുക അടിച്ചാലൊന്നും റാണിനെ കിട്ടില്ല. അല്ലാത്ത റാണിനെ കിട്ടുകയാണെങ്കിൽ ഈച്ച കംപ്ലീറ്റ് അങ്ങ് പോരും. എത്ര വർഷമായി തേനീച്ചൻ പിടിക്കൽ തുടങ്ങിയിട്ട്? ഒരു 8-10 വർഷത്തോളമായി. നല്ലൊരു ആദായമുള്ള പരിപാടിയാണ്. നമുക്ക് ഇത് പ്രായത്തിലും ചെയ്യാവുന്നൊരു പണിയാണ്. മനസ്സിനൊരു ധൈര്യം വേണം. ഈച്ച കുത്തൂല, കുത്തിയാലും വേദന ഇല്ല. ഒരു ദിവസം ഒരു വീട്ടിൽ പോയിട്ട് 150 എണ്ണം കുത്തിക്കുക. അന്നും കുറച്ച് പ്രഷറൊക്കെ വന്നതെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പ്രഷർ കയറും, പ്രഷർ കുറയും. എന്നാ ഇറ്റാന്ന് കുത്തിയാതില്ല എത്ര പ്രഷറുള്ള. ഓ ഇപ്പോൾ ഭൂരിപക്ഷം ആളുകൾക്കും പ്രഷറും ഷുഗറും കൊണ്ട് തൊഴിലില്ലാണ്ട് അയക്കുന്നു. ഇപ്പം നമ്മൾ വാരുമ്പം തന്നെ ഒരു ഈച്ച വേദനയിൽ അത് കുത്തും. നമ്മളിപ്പോൾ എടുക്കുന്ന സമയത്ത് ഈച്ചകൾക്ക് പരിക്ക് പറ്റൂലേ? പറ്റുകയാണെങ്കിൽ അവർ കുത്തും, അല്ലാതെ കുത്തൂല. ഒരു ഈച്ചക്ക് പരിക്കറ്റിയ ഒരാഴ്ച മാത്രമേ അതത്രേ ഉള്ളൂ, അതേ കുത്തും. ചിലപ്പോൾ ഒരു സ്മെല്ല് വിടും, അങ്ങനെ ഒരു അക്രമം വന്നിക്കുന്നു. അപ്പോൾ എല്ലാവരും കുത്തും. നല്ല ക്ഷമ വേണം. കുറച്ച് ഇവിടെ ഇട്ട് പിടിക്കും, എന്നാല് ഒരു വേഗം അതിലൂടെ കയറുന്നുണ്ട്. നല്ല സുഖം. കൈക്ക് ചെറിയ ചേർക്കേണ്ട വേഗം കയറും. അതിന് വേഗം ഒഴിയാൻ നോക്കില്ലേ? നല്ല സെറ്റാണ്, നല്ല സെറ്റാണ്, നല്ല സെറ്റാന്നല്ലേ ഇച്ചില്ല. ഇനിയിപ്പോൾ ഒരു റാണിസിലുണ്ടാക്കി പോകാൻ അയക്കുന്നു. റാണി അപ്പോൾ റാണീൻ്റെ മുട്ട നിങ്ങളുടെ സ്ഥലവും ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞോളി. ഞാൻ എളേറ്റിൽ വട്ടോളി മാളിക്കൽ മുഹമ്മദ്. അതുപോലെ ബന്ധി ഒഴിവാക്കാൻ നമുക്ക് എടുക്കാൻ പറ്റിയാണ് നമ്മളെടുത്ത് ഒഴിവാക്കി കൊടുക്കും. പിന്നെ പാനിക്കടന്നൽ ഇതൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമ്മൾ അതിനാണ് ഒഴിവാക്കി കൊടുക്കലുണ്ട്. എൻ്റെ ഫോൺ നമ്പർ അടിയിൽ കൊടുക്കാം. വേറെ എന്തൊക്കെ? ഞാനൊരു കർഷകനാണ്. വീട്ടിൽ ഓറഞ്ച്, പച്ചക്കറികൾ, തെങ്ങ്, കവുങ്ങ്, വാഴ എല്ലാ കൃഷിയുണ്ട്. കഴിഞ്ഞാലൊക്കെ നല്ലോണം ഓറഞ്ച് ഉണ്ടായ വീടാണ്. മധുര നാരങ്ങ, കൊടക്, ഓറഞ്ച് കൊല്ലവും കായുണ്ടായി വരുന്നുണ്ട്.
1-2 മാസം കൊണ്ട് കഴിഞ്ഞാൽ മൂപ്പെത്തും. ഓറഞ്ച് തൈ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മരത്തിലാണ് ഇപ്പോൾ 2-3 കൊല്ലമായി പഴണ്ടായാലും തുടങ്ങിയിട്ട്. തേനീച്ചനൊരു ഒരാൾ തന്നാൽ വീട്ടുകാർക്ക് എന്തെങ്കിലും കൊടുക്കുമോ? അവർക്കുള്ള തേൻ കൊടുക്കുക നേരമല്ല. അതിലുള്ള തേന് അന്നേരമുള്ളത്. നമ്മൾ ഈ ഈച്ചനെ പെട്ടി ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈച്ചയുടെ പെട്ടി ഉണ്ടാക്കിയിട്ടോ? പെട്ടിയിൽ ഈച്ചനാക്കിയിട്ട് കൊടുക്കും. ഈച്ചയോട് കൂടിയിട്ടുള്ളത്. ഈച്ചകളൊക്കെ താനെ അകത്തേക്ക് ഒക്കെ ഇല്ല അത് പോവും. ഇപ്പോൾ ഒരു മഴക്കത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇതിപ്പം നമ്മൾ അവർ ഈച്ചനെ ഇളക്കിയല്ലോ, വർക്കുകളൊന്നും ഇപ്പോൾ അത് നടക്കുന്നുണ്ടല്ലോ. തേനീച്ചകളൊക്കെ വീട്ടിലേക്ക് പോവാണ്ട്. താഴെ തേനീച്ചകളൊക്കെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അത് പോരും. പോലെ റാണി അവർ തിരഞ്ഞെടുക്കുമല്ലോ, റാണിയെ തിരഞ്ഞെടുക്കാൻ പോകും. കയ്യിങ്ങനെ ചേർത്തിയിടാൻ വേഗം കയറും. ഇത് ചിലപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ മരത്തിൻ്റെ മുകളിലൊക്കെ പോയാൽ പെട്ടിയും കൊണ്ട് കയറാനാവില്ലല്ലോ. പാടങ്ങനെ തൊപ്പിയാക്കി കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ ചവിട്ടും തള്ളി കൊടുത്താൽ കംപ്ലീറ്റ് പാടയൊക്കെ കയറും. എന്നിട്ട് കൊണ്ടുവന്ന് ഈ പെട്ടി തന്നെ കയറ്റും. ഒന്ന് കുത്തുന്ന കണ്ടോ, അങ്ങനെ കുത്തിയിട്ട് അവർ വട്ടം തിരിഞ്ഞെങ്ങാണ്ടാണ് ആണി മുറിക്കുക. അത് ആണി കയറിയില്ല, കയറാണ്ട് പോയി. കുത്തിയാലും ഇങ്ങനെ വട്ടം തിരിഞ്ഞ് കളിക്കും. ടാങ്ക് നല്ല സ്പേസ് ആണല്ലോ, കയറാനുള്ള ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. ചിലത് കയറാൻ ഭയങ്കര മടിയായിരിക്കും, ചിലത് വേഗം പാഞ്ഞ് കയറിക്കും. ഇത് തന്നെ 2-3 സൈസ് ഈച്ചകളുണ്ട്. കരിനൊടിയാനുണ്ട്. ഇത് നൊടിയാന്ന് ചോദിച്ചാൽ കരിനൊടിയാൻ ഭയങ്കര കുത്തായിരിക്കും. കുറച്ചുകൂടി കറുപ്പ് കളറുണ്ടാവും ഈച്ചക്ക്. അതിന് പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും, കൂടുതൽ തേനും കിട്ടും. സാധാരണ ഈ പെട്ടിയിൽ നിന്ന് 1 കിലോ കിട്ടണം, മറ്റേന്ന് 2 കിലോ കിട്ടും ഒരേ സമയത്ത്. ഇത്രയും തേനായിരിക്കും. പക്ഷേ പെട്ടിന് എടുത്തോട് പോയാൽ അവർ കുത്തും. കുത്തുന്ന ഈച്ചക്ക് ഭയങ്കര വേദനയായിരിക്കും. ഒന്ന് കുത്തിയാൽ വേദന സഹിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് വേദന. അവർക്ക് രോഗങ്ങളും വരില്ല. ഇവർക്കൊക്കെ ഇപ്പോൾ രോഗങ്ങളുണ്ട്. ഇവർക്ക് എന്താ രോഗം? ഇവർക്കൊരു മഹാളി പോലത്തെ ഒരു രോഗമുണ്ട്. അതിൽ ഈച്ച വർക്ക് ചെയ്യൂല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ശത്രുവാണ് മറ്റേ കുളവി. വലിയ ഈ പാനിക്കടന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വന്നിട്ട് ഈച്ചനെ പിടിച്ചു തിന്നു. അവരാണ് നശിപ്പിക്കുന്നത് കൂടുതൽ.
ഇത് അടിയിൽ വെക്കുന്ന കൂടിയാലേ. അടിപൊളി വെള്ളം കംപ്ലീറ്റ് ഇപ്പം അകത്ത് കയറി. ആ അത് റാണിയായിട്ട് കയറിയാൽ വേഗം വരെ കയറും. റാണി നമ്മൾ കണ്ടില്ലെങ്കിൽ വീഴ്ച എവിടെ ഉള്ള വെച്ചാൽ അവിടേക്ക് നോക്കിയിട്ട് റാണിയെ കയറ്റണം. റാണി നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടി. നമ്മൾ കണ്ടു കിട്ടി. അത് വളരെ അപൂർവമായിട്ടേ കാണും. ഇത് വേഗം കണ്ടു. അതുകൊണ്ട് നമ്മൾ പണി എളുപ്പമുണ്ട്. നമ്മൾ മൂടി വെച്ച് കെട്ടുക. പൈസയൊക്കെ ഉള്ളിൽ കയറിയും കൊണ്ട് കുറഞ്ഞ ബാക്കി അവർ പോരും. സാവധാനം രാത്രിയോടുകൂടിയൊക്കെ കൂട്ടിൽ വരുന്നു. ഇപ്പം തന്നെ കൊണ്ടുപോകില്ല. കംപ്ലീറ്റ് കയറണമല്ലോ അല്ലേ. ഈ കയറ് തന്നെ പ്രത്യേക കയറാണ്. കെട്ട് പിടിച്ചാലും ലൂസാവില്ല. പ്ലാസ്റ്റിക് ആണെങ്കിലും മാത്താണ്ട കയറ് തന്നെ പറയാം. ഇത് ഭയങ്കര വില. ഇങ്ങനെ പിടിച്ചാൽ ലൂസാവില്ല. മറ്റു പ്ലാസ്റ്റിക്കൊക്കെ ലൂസായി പോകില്ല. ഇത്ര ഇലയും കൊണ്ട് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുക. ഉണ്ടോ വഴി ഒരു ഡോർ ഇതുപോലെ ഇനി കുട്ടിയിലേക്കുള്ള വഴിയില്ലേ. കുട്ടികൾക്കുള്ള വഴി. ഇത് വേറെ വയ്ക്കൊന്നും അവർക്ക് കയറാൻ കഴിയില്ല. സീസൺ ആകുമ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ ഒരു സൂപ്പർ നിരന്തതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും. അത് വെച്ച് കൊടുത്താൽ അതിലട മുറിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് അടിഭാഗത്ത് കെട്ടി കൊടുക്കും. അത് കെട്ടി കൊടുത്തങ്ങാണ്ട് അതിൽ ഒരാഴ്ച കൊണ്ട് ഒരട കെട്ടി തേൻ വരികയാണെങ്കിൽ നന്നായിട്ട് അട കിട്ടും. അട കെട്ടി കഴിഞ്ഞാൽ അടുത്ത സൂപ്പർ വെക്കും. അങ്ങനെ 3ഉം 4ഉം ഒക്കെ വെക്കും. എല്ലാം കയറി ഉണ്ടോ? ഫോണ് കണ്ടോ? വൈകി പോയി തോടി കെട്ടി. ഇത് തുറക്കരുത്. അത് തുറക്കുമ്പോൾ ഒരു അലോസരം. അതിങ്ങനെ തുറന്ന് അടിച്ച് കളിക്കുന്നേരം ഒരു ഒഴിഞ്ഞ് പോയിക്കോളും. നമ്മൾ പെട്ടിയിലായി ഏകദേശം തോന്നിക്കുകയാണ്. ഈ ചൊക്ക അതിൽ കയറുന്നു തോന്നിക്കുകയാണ്. റാണി അതിലുണ്ട്. റാണി നമ്മൾ കാണുകയും ചെയ്തല്ലോ കയറുന്നു. റാണി കിട്ടി. അത് വളരെ അപൂർവത്തിൽ കാണും. ഞാൻ എന്തായാലും ഞാനൊന്നും കണ്ടിയില്ല.